ഓപ്പറേഷൻ നുംഖൂർ അന്വേഷിക്കുന്ന ഭൂട്ടാൻ കസ്റ്റംസ് സംഘം കേരളത്തിൽ. കമ്മീഷണർ അടങ്ങുന്ന 10 അംഗ സംഘമാണ് ഭൂട്ടാനിൽ നിന്നെത്തിയത്. ഇൻഡോ ഭൂട്ടാൻ സംയുക്ത കസ്റ്റംസ് യോഗം മൂന്നാറിൽ ചേരുകയാണ്. ഇരു രാജ്യങ്ങളും വാഹനക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ശേഖരിച്ച വിവരങ്ങൾ ചർച്ചയാകും. നികുതി വെട്ടിച്ചുള്ള വാഹനക്കടത്ത് തടയാനുള്ള നടപടികളും യോഗത്തിൽ ഉണ്ടാകും. ശരൺ കൂടുതൽ വിവരങ്ങളുമായി. ശരൺ, എന്താണ് സംയുക്ത യോഗത്തിൽ എടുക്കാൻ പോകുന്ന തീരുമാനങ്ങൾ? ഇനിയെങ്കിലും ഇത് ഉണ്ടാകാതിരിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകുമല്ലേ? അരുൺകുമാർ, തീർച്ചയായിട്ടും അത് തന്നെയാണ് ഈ സംയുക്ത യോഗം ലക്ഷ്യം വയ്ക്കുന്നത്. എന്തായാലും ഏറ്റവും നിർണായകമായിട്ടുള്ള യോഗമാണ് ഇപ്പോൾ മൂന്നാറിൽ ആരംഭിച്ചിരിക്കുന്നത്. ഇന്നലെയാണ് ഭൂട്ടാനിൽ നിന്നുള്ള കസ്റ്റംസ് സംഘം കൊച്ചിയിലേക്ക് എത്തിയത്. അത് 10 അംഗ സംഘമാണ്. കമ്മീഷണർ നേതൃത്വത്തിലുള്ള 10 അംഗ സംഘം അവരുടെ കൂടി സാന്നിധ്യത്തിലാണ് ഈ യോഗം ചേരുന്നതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ സാധാരണഗതിയിൽ ഈ സംയുക്ത യോഗം, ഇന്തോ ഭൂട്ടാൻ സംയുക്ത കസ്റ്റംസ് ഗ്രൂപ്പ് യോഗം, അത് എല്ലാ വർഷവും ഡൽഹി അടക്കമുള്ള ഇടങ്ങളിൽ ചേരുന്നതാണ്. പക്ഷേ ഇത്തവണ പ്രത്യേക സാഹചര്യത്തിലാണ് അത് കേരളത്തിലേക്ക് മാറ്റിയിരിക്കുന്നത്. ആ സാഹചര്യം നമുക്കറിയാം. ഓപ്പറേഷൻ നുംഖൂറുമായി ബന്ധപ്പെട്ട വലിയ നടപടികൾ ഉണ്ടായത് കേരളത്തിലാണ്. കസ്റ്റംസ് 50-ലധികം വാഹനങ്ങളാണ് കേരളത്തിൽ നിന്ന് പിടിച്ചെടുത്തിരിക്കുന്നത്. പുറമെ തന്നെ താരങ്ങൾ ഉൾപ്പെട്ട കേസാണ്. അമിത് ചക്കാലക്കൽ, ദുൽഖർ സൽമാൻ അടക്കമുള്ളവരുടെ വാഹനങ്ങൾ പിടികൂടിയൊരു സാഹചര്യമുണ്ട്. ഇതിന് പുറമെ തന്നെ ഇതിന്റെ മുഖ്യ സൂത്രധാരനായ, അതായത് ഭൂട്ടാനിൽ നിന്ന് നികുതി വെട്ടിച്ച വാഹനക്കടത്തിന്റെ മുഖ്യ സൂത്രധാരനായ വിശ്വദീപ് ദാസിനെ കൊച്ചി കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗമാണ് പിടികൂടുകയും ചെയ്തിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതടക്കം ഇന്ത്യ എന്തൊക്കെയാണോ ഇതുമായി ബന്ധപ്പെട്ട് ശേഖരിച്ചുള്ള വിവരങ്ങൾ, ആ വിവരങ്ങളൊക്കെ തന്നെ ഭൂട്ടാനിന് കൈമാറും. ഒപ്പം തന്നെ ഭൂട്ടാൻ ഇതുമായി ബന്ധപ്പെട്ട് ശേഖരിച്ച വിവരങ്ങൾ ഇന്ത്യക്ക് കൈമാറുകയും ചെയ്യും. അങ്ങനെ പരസ്പരം കൈമാറിക്കൊണ്ടുള്ള വിശദമായ ചർച്ചയാണ് ഉദ്ദേശിക്കുന്നത്. ഇതിന് പുറമെ തന്നെ ഇനിയൊരു വാഹനം, അതായത് അരുൺകുമാർ സൂചിപ്പിച്ച പോലെ തന്നെ ഇനിയൊരു വാഹനം ഭൂട്ടാനിൽ നിന്ന് നികുതി വെട്ടിച്ച് ഇന്ത്യയിലേക്ക് കടത്താൻ പാടില്ല എന്നുള്ള ഒരു ലക്ഷ്യം കൂടിയുണ്ട്. അതിനെ മുൻനിർത്തിയുള്ള ചർച്ചകളും യോഗത്തിലുണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.